അതിരടി കണ്ടായിരുന്നു. എനിക്കൊരു ഓക്കെ ഫീൽ ആയിരുന്നു. അതിഗംഭീരമായിട്ടുള്ള വേറെ ലെവൽ മൂവി എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കോളേജ് ടെംപ്ലേറ്റ് മൂവി എന്താണോ അത് തന്നെയാണ് സ്റ്റോറി. ഈ സിനിമയുടെ സ്റ്റോറി വേറൊന്നുമല്ല, ലൈക്ക് ഒരു കോളേജിൽ ഒരു ഫെസ്റ്റ് ഒരുപാട് കാലമായിട്ട് മുടങ്ങി കിടപ്പുണ്ട്. സോ അത് തിരിച്ചു കൊണ്ടുവരണം, ആ ഒരു ഫെസ്റ്റ് നടത്തണം. അതിനുവേണ്ടി ഒരു സ്റ്റുഡന്റ് വർക്ക് ചെയ്യുന്നു. പിന്നീട് നടക്കുന്ന കോൺഫ്ലിക്ട്സ് ഒക്കെയാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. നമുക്കറിയാം സിനിമ സ്റ്റാർട്ട് ചെയ്ത സിനിമയുടെ എൻഡ് വരെ എങ്ങനെയായിരിക്കും. സ്ഥിരം ടെംപ്ലേറ്റ് തന്നെയാണ്, വലിയ മേജർ ട്വിസ്റ്റ് പ്ലോട്ടോ കാര്യങ്ങളൊന്നുമില്ല. എൻഡ് എങ്ങനെയായിരിക്കും നമുക്ക് ഫസ്റ്റ് തന്നെ പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ ക്യാരക്ടർ പ്രസന്റേഷൻ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ പെർഫോമൻസ് എന്ന് പറയുന്നത് ടൊവിനോയുടെ ഒരു ക്യാരക്ടറാണ്, കുട്ടൻ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ക്യാരക്ടർ നൈസ് ആയിരുന്നു. പുള്ളിക്കാരന്റെ പെർഫോമൻസ് ആയാലും പ്രസന്റേഷൻ ആയാലും അടിപൊളിയായിരുന്നു. ആ ഒരു ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസും പുള്ളിക്കാരന്റെ ആ ഒരു പ്രോബ്ലംസും അത് ഫേസ് ചെയ്തതും അതിന് ഓവർകം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിക്കാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. ആ ഒരു ക്ലൈമാക്സ് പോർഷനിൽ ചെറുതായിട്ടൊന്നും തെറ്റുന്നുണ്ടെങ്കിലും ഓവറോൾ നൈസ് ആയിരുന്നു. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഓക്കെ ആയിരുന്നു. കുറച്ചുപേരൊക്കെ കുറച്ച് ക്രിഞ്ചായിട്ട് എനിക്ക് തോന്നി. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഒരു പുതുമ സിനിമയിലില്ല. പക്ഷേ സിനിമയുടെ പ്രസന്റേഷനോട്ട് വരുമ്പോൾ ഒരു വൈബ് ഉണ്ട് കാണാനായിട്ട്. ആ ഒരു കോളേജ് വൈബ് നല്ല രീതിക്ക് തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ കോളേജും സ്റ്റുഡൻസും അവിടുത്തെ ഇവന്റ്സും ആ ഒരു കോളേജ് ഫെസ്റ്റ് അങ്ങനെ കുറെ പരിപാടിയൊക്കെ നല്ല രീതിക്ക് തന്നെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്കൊരു ഓക്കെ ഫീൽ ആയിരുന്നു. ചില കോമഡീസ് ഒക്കെ എനിക്ക് ഭയങ്കര ക്രിഞ്ച് ആയിരുന്നു. ആൻഡ് സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല രീതിക്ക് വർക്കായി, നല്ല രസം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ഒരു ഇൻട്രോൾ പോർഷൻ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ കുറച്ച് ലാഗ് ആൻഡ് കുറെ കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ സിനിമയുടെ എൻഡിലൊക്കെ എത്തുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി ഓക്കെ ഇങ്ങനെയായിരിക്കും എൻഡ് എന്ന്. പക്ഷെ പിന്നീടും ആ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ വലിച്ചു നീട്ടുന്ന പോലെ എനിക്ക് തോന്നി. കുറച്ച് ലെങ്ത് ഉണ്ട് സിനിമ. ആ ഒരു കാര്യം നമുക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി സിനിമയുടെ ഒരു ക്ലൈമാക്സ്, പ്രീ ക്ലൈമാക്സ് പോർഷനിലൊക്കെ നല്ലൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഒരു ഇമോഷണൽ സീക്വൻസ് ഉണ്ട്, അതെനിക്ക് നല്ല രീതിക്ക് വർക്കായി. അവിടുത്തെ ഒരു ഫീല് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് പല ഇമോഷണൽ കണക്ഷൻസും ഒട്ടും വർക്കായില്ല. ഒരുപാട് കാണിക്കുന്നുണ്ട് സിനിമയിൽ, ഭയങ്കര സെന്റി ആവുന്ന ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും സിനിമ സംസാരിച്ച് പോകുന്നുണ്ടെങ്കിലും അത് ഒട്ടും കണക്ട് ആയില്ല. ഫസ്റ്റ് കാണിക്കുന്ന ഒരു 10-20 മിനിറ്റിലുള്ള സെഗ്മെന്റ് അത് നല്ല രീതിക്ക് വർക്കായി. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ ഒരു ഫീല് പിന്നീട് സിനിമ സമ്മാനിച്ചില്ല. അതെനിക്കൊരു നെഗറ്റീവില തോന്നി. കാരണം സിനിമ ആദ്യം സംസാരിക്കുന്ന ഒരു ഇമോഷൻ, അല്ലെങ്കിൽ സിനിമയിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് പാർട്ടി കാണിക്കുന്ന ആ ഒരു വൈബ് പിന്നീട് അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞ സിനിമ വേറെ ലെവലോട്ട് പോയേനെ. ഒരു ഓക്കെ മൂവിയാണ്, കൊള്ളാം. തിയേറ്ററിൽ നിന്ന് കാണാനായിട്ട് ആ ഒരു നൈസാണ്. കുറെ വർക്കായ കോമഡീസും വർക്കാവുന്ന കോമഡീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ ആണ്. അതിഗംഭീരമായിട്ടുള്ള വേറെ ലെവൽ ഒരു ക്യാമ്പസ് മൂവി ആയിട്ടോ എനിക്ക് തോന്നിയില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാട് കാലമായിട്ട് കണ്ടുവരുന്ന ഒരു സ്ഥിരം ടെംപ്ലേറ്റ് സ്റ്റോറി തന്നെയാണ്. ലൈക്ക് ക്യാമ്പസ് മൂവി എന്ന് പറയുമ്പോൾ പല ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതിൽ ഒരു വൺ ഓഫ് ദ ടെംപ്ലേറ്റ് ആണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. സ്ക്രീൻ പ്ലേ പല ഏരിയാസിലും വീക്ക് ആയതുപോലെ എനിക്ക് തോന്നി. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര വീക്ക് ആയിരുന്നു. കാരണം സെക്കൻഡ് ഹാഫ് ഒരു എൻഡ് ഇവർക്ക് അറിയാം, പക്ഷെ അത് എങ്ങോട്ട് കൊണ്ടുപോകണം, അത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ ഒരു ഭയങ്കര രീതിയിൽ ലാഗ് അടിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. കുറച്ചുകൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് സിനിമ സമ്മാനിച്ചേനെ. ഈ ഒരു സിനിമയിൽ ഒരു കുറച്ച് സെക്കൻഡ്സിലേക്കിട്ട് ഒരു BMW വരുന്നുണ്ട്, ഒരു യെല്ലോ BMW M5 ആണ് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആ ഒരു ഏരിയ നല്ലൊരു അടിപൊളിയായിട്ടാണ് അവർ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഓവറോൾ ഒരു ഓക്കെ ഫീൽ ആയിരുന്നു. ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചു ഓക്കെ ഒരു ക്യാമ്പസ് മൂവി ഭയങ്കര കോമഡീസ് ഒക്കെ ഉള്ള കുറച്ച് വൈബായിട്ടുള്ള ഒരു മൂവി. വൈബൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. തിയേറ്ററിൽ കാണുമ്പോൾ അത്യാവശ്യം കുറച്ച് വൈബൊക്കെ തരുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ഓക്കെ അടിപൊളി എന്ന് എനിക്ക് തോന്നിയില്ല സിനിമ. ഒരു ഫസ്റ്റ് ഹാഫ് വരെ കുഴപ്പമില്ല, നല്ല രസം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഇന്റർവെലൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് എനിക്ക് സിനിമ ഒട്ടും വർക്കായില്ല എന്ന് പറഞ്ഞാൽ അത്ര ബോറൊന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് പേഴ്സണലി എനിക്കൊരു ഓക്കെ ഫീൽ ആയിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കത്തില്ല, എന്റെ മാത്രം ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സോ എന്തായാലും നിങ്ങൾ സിനിമ പോയി കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.